So നമ്മുടെ അടുത്ത പ്രോബ്ലം, ടു ഗിയർ വീൽ mesh externally and to give a velocity ratio of 3 to 1. The teeth are of involute form. Module is equal to 6 mm. Addendum is equal to 1 module. Pressure angle 20 degree. The pinion rotates at 90 rpm. Determine the number of teeth on the pinion to avoid interference on it and the corresponding number of teeth on the wheel. The length of path of contact and arc of contact. The number of pairs of teeth in contact and the maximum velocity of sliding. So this is a question. So നമുക്ക് given datas ഒക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ given datas നമുക്ക് നോക്കാം. So two gear wheels mesh externally and are to give a velocity ratio of 3 to 1 എന്നാണ് പറയുന്നത്. സോ ഇവിടെ പറയുന്നത് രണ്ട് ഗിയർ തമ്മിലുള്ള വെലോസിറ്റി റേഷ്യോ ആണ് ആദ്യം തന്നിരിക്കുന്നത്. ആ റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ് എന്നാണ് പറയുന്നത്. സോ നമ്മൾ ഫോർ എക്സാമ്പിൾ ω1/ω2 എന്നുള്ള റേഷ്യോ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 3/1 ആണ് തന്നിരിക്കുന്നത്. ലെറ്റ് ω1 ബി ദ ആംഗുലർ വെലോസിറ്റി ഓഫ് ദ പിനിയൻ ആൻഡ് ലെറ്റ് ω2 ബി ദ ആംഗുലർ വെലോസിറ്റി ഓഫ് വീൽ. Angular velocity of wheel. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ω1/ω2 is equal to 3/1 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ω1/ω2 ഇങ്ങനെ ഈ ഒരു റേഷ്യോ എഴുതുവാണെങ്കിൽ ദാറ്റ് ക്യാൻ ബി ഈക്വൽ ടു T/t. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രോബ്ലമൊക്കെ ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തത്. എന്ന് വെച്ചാൽ ω1/ω2 എന്ന് വെച്ചാൽ ആംഗുലർ വെലോസിറ്റി ഓഫ് പിനിയൻ ബൈ ആംഗുലർ വെലോസിറ്റി ഓഫ് വീൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ വീൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ പിനിയൻ. ക്യാപിറ്റൽ ടി എന്ന് വെച്ചാൽ വീലിൻ്റെ നമ്പർ ഓഫ് ടീത്ത്, സ്മോൾ ടി എന്ന് വെച്ചാൽ പിനിയൻ്റെ നമ്പർ ഓഫ് ടീത്ത്. സോ ഈ തന്നിരിക്കുന്നത് ഈ ആംഗുലർ വെലോസിറ്റി ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഗിയർ റേഷ്യോയുടെ വാല്യൂ ആയിട്ട് നമുക്ക് വേണേൽ എടുക്കാം. സോ ഈ പ്രോബ്ലത്തിനകത്ത് തന്നിരിക്കുന്നത് G ഈസ് ഇക്വൽ ടു, നമുക്ക് ഗിയർ റേഷ്യോ ആയിട്ട് തന്നെ ഇതിനെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, G ഈസ് ഇക്വൽ ടു ക്യാപിറ്റൽ T ബൈ സ്മോൾ ടി, ദാറ്റ് ഈസ് ഇക്വൽ ടു 3 തന്നിട്ടുണ്ട്. അടുത്ത മൊഡ്യൂൾ പറഞ്ഞിരിക്കുന്നത് 6 mm ആണ് പറഞ്ഞിരിക്കുന്നത്. സോ മൊഡ്യൂൾ M ഈസ് ഇക്വൽ ടു 6 mm. പിന്നെ അഡണ്ടത്തിൻ്റെ ലെങ്ത് പറയുന്നത് അഡണ്ടം ഇസിക്കൽ ടു 1 മൊഡ്യൂൾ എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഇവിടെ നോക്കിയാൽ മതി, അഡണ്ടം ഇസിക്കൽ 1 മൊഡ്യൂൾ എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ അഡണ്ടം ഓഫ് ദ പിനിയനും അഡണ്ടം ഓഫ് ദ വീലും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. രണ്ടിനും സെയിം അഡണ്ടമാണ്. അതുകൊണ്ട് അഡണ്ടം ഇസിക്കൽ ടു 1 മൊഡ്യൂളായിട്ട് നമുക്ക് എഴുതാം. സോ അഡണ്ടം AP is equal to AW is equal to addendum of the pinion, that will be equal to addendum of the wheel, that is equal to 1 module is equal to 6 mm. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പ്രഷർ ആംഗിൾ ഫൈയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, 20 ഡിഗ്രി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം. ദ പിനിയൻ റൊട്ടേറ്റ്സ് അറ്റ് 90 rpm തന്നിട്ടുണ്ട്. ഓക്കെ, സോ N1 പിനിയൻ്റെ ആംഗുലർ വെലോസിറ്റി നമ്മൾ ω1 ആയിട്ട് എടുത്തത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡ് N1 ആണ്. സോ N1 എന്നുള്ള വാല്യൂ നമുക്ക് എഴുതാം, N1 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 90 rpm ആൻഡ് ദെയർഫോർ ω1 അതിൽ അങ്ങനെയാണ് നമുക്ക് ω1 കാൽക്കുലേറ്റ് ചെയ്യാം. ω1 ഇസ് ഈക്വൽ ടു 2πN1 ഡിവൈഡഡ് ബൈ 60, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2π ഇൻറ്റു 90 ഡിവൈഡഡ് ബൈ 60. അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 9.43 റേഡിയൻസ് പെർ സെക്കൻഡാണ് കിട്ടുന്നത്. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ω1ൻ്റെ വാല്യൂ. സോ ഇത്രയും ഡേറ്റാസാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി 1/1 ആയിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളെല്ലാം ഒന്ന് എഴുതാം. ഫസ്റ്റ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ദ നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ പിനിയൻ ടു അവോയ്ഡ് ഇൻ്റർഫറൻസ് ഓൺ ഇറ്റ് ആൻഡ് ദ കറസ്പോണ്ടിങ് നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ വീൽ. അപ്പം പിനിയൻ്റെ നമ്പർ ഓഫ് ടീത്ത് ആണ് കണ്ടുപിടിക്കാൻ, പിനിയൻ്റെയും വീലിൻ്റെയും നമ്പർ ഓഫ് ടീത്തുകൾ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് കാര്യം ഒന്ന് എഴുതാം, നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ പിനിയൻ ടു അവോയ്ഡ് ഇൻ്റർഫറൻസ് ആൻഡ് ദ കറസ്പോണ്ടിങ് നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ വീൽ. സോ നമ്മുടെ ഫോർമുല നമുക്ക് ഈ രീതിയിലാണ് കിട്ടുന്നത്. ഇൻ്റർഫറൻസ് ഒഴിവാക്കാനുള്ള മിനിമം നമ്പർ ഓഫ് ടീത്തിൻ്റെ ഫോർമുലയാണ് ഈ എഴുതിയിരിക്കുന്നത്. T is equal to 2AP divided by 1 plus g into g plus 2 into sin square 5 minus 1.
നമ്മുടെ പിനിയൻ്റെ മിനിമം നമ്പർ ഓഫ് ടീത്തിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, സോ ഓക്കെ ഇതിൽ ഓക്കെ സയൻസ്, സോ ഇവിടെ വരെയുള്ളൂ. sin² 5 - 1 ബാക്കി വെളിയിലാണ്. ഓക്കെ, സോ നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2 times AP. ഈ എ പിയുടെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 6 മൊഡ്യൂളാണ്. സോ 2 times 6 ദാറ്റ് വിൽ ഡിവൈഡഡ് ബൈ 1 + G. G എന്നുള്ള ടേം നമുക്കറിയാം, G = 3 ആണ്. സോ 3 എഴുതാം. 1 + 3 × 3 + 2 sin² 5 എന്നുള്ള വാല്യൂ 20 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ sin² 20, അത്രയും ബ്രാക്കറ്റിനുള്ളിൽ -1. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വാല്യൂ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 18.2 വരും. സോ നമ്പർ ഓഫ് ടീത്ത് ആയതുകൊണ്ട് 18.2 ടീത്ത് ഒന്നും നമ്മൾ പറയത്തില്ല. അതിനെ നമുക്കൊരു അപ്രോക്സിമേറ്റ് ചെയ്ത് 19 ആക്കി നമുക്ക് വേണേൽ എടുക്കാം. ഓക്കെ, സോ 19. സോ ഇതാണ് മിനിമം നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ പിനിയൻ ടു അവോയ്ഡ് ഇൻ്റർഫറൻസ്. ഇനി നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ വീൽ നമ്മൾ കണ്ടെത്തണം. നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ വീൽ കണ്ടെത്താൻ വേണ്ടി നമ്മൾക്ക് ഈ ഒരു റിലേഷൻ യൂസ് ചെയ്യാം. നമുക്കിവിടെ അറിയാം G = T/t അറിയാം. നമുക്ക് G എന്നുള്ള വാല്യൂ 3 ആണ് കിട്ടിയിരിക്കുന്നത്. സ്മോൾ t അറിയാമെങ്കിൽ നമുക്ക് T നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. Therefore number of teeth on the wheel, number of teeth on the wheel T, capital T is equal to G into T. So that will be equal to 3 multiplied by 19, that is equal to 57. So ഇതാണ് നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ വീൽ, ഇതിൻ്റെ വാല്യൂ. അടുത്തായിട്ട് നമുക്ക് കണ്ടെത്തേണ്ട കാര്യം, നമുക്ക് ലെങ്ത് ഓഫ് പാത്ത് ആൻഡ് ആർക്ക് ഓഫ് കോണ്ടാക്ട്, ഈ കാര്യമാണ് നമുക്ക് അടുത്തായിട്ട് കണ്ടെത്തേണ്ടത്. സോ വി ക്യാൻ റൈറ്റ്. സോ ലെങ്ത് ഓഫ് പാത്ത് ആൻഡ് ആർക്ക് ഓഫ് കോണ്ടാക്ട് ഇത് കണ്ടെത്താൻ വേണ്ടി നമുക്ക് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണം. നമുക്ക് ക്യാപിറ്റൽ R അറിയണം, സ്മോൾ r അറിയണം, സ്മോൾ r അറിയണം, ക്യാപിറ്റൽ R അറിയണം. ഇത്രയും കാര്യങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ഈ ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റും ആർക്ക് ഓഫ് കോണ്ടാക്റ്റും നമുക്ക് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. സോ നമുക്കിത് 1 by 1 ആയിട്ട് കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് വൺ, പിച്ച് സർക്കിൾ റേഡിയസ്. സോ പിച്ച് circle radius of wheel, capital R, that will be equal to m into capital T by 2. So that is m ൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 6 ആണ്. സോ 6 into capital T 57 ആണ്. 57 divided by 2, so that will be equal to m into T by 2, so that will be equal to 171 mm വരും. ഓക്കെ, സോ അടുത്തായിട്ട് നമുക്ക് കണ്ടെത്തേണ്ട പിച്ച് സർക്കിൾ റേഡിയസ് ഓഫ് പിനിയൻ കണ്ടെത്തണം. സോ അത് കണ്ടുപിടിക്കാം. പിച്ച് സർക്കിൾ radius of pinion, that will be so pitch circle radius of pinion, that is small r ആണ്. So small r, that will be equal to m into small t by 2, so that is equal to 6 into 19 by 2. സോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 57 mm ആണ്. 57 mm. ഇനി നമുക്ക് അഡണ്ടം കണ്ടുപിടിക്കണം. RA, നമ്മുടെ വലിയ വീലിൻ്റെ അഡണ്ടം RA എന്നുള്ള വാല്യൂ കണ്ടെത്തണം. സോ RA is equal to capital R plus addendum of wheel. നമുക്ക് ക്യാപിറ്റൽ R എൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 171 ആണ്. സോ ദാറ്റ് ഈസ് 171 പ്ലസ് അഡണ്ടം ഓഫ് വീൽ. നമുക്ക് നോക്കാം. AW ആണ് അഡണ്ടം ഓഫ് വീൽ. കണ്ടോ, AP = AW = 6 mm ആണ്. സോ അഡണ്ടം ഓഫ് ദ വീൽ 6 ആണ്. സോ 171 പ്ലസ് 6, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 177 mm. ഇനി സ്മോൾ RA എന്ന് വെച്ചാൽ നമ്മുടെ പിനിയൻ, ചെറിയ ഗിയറിൻ്റെ അഡണ്ടത്തിൻ്റെ റേഡിയസ്. സോ ദാറ്റ് ഈസ് ഇക്വൽ ടു R പ്ലസ് അഡണ്ടം ഓഫ് പിനിയൻ. സോ
that will be equal to 57 plus addendum of the pinion. Addendum of the pinion നമുക്കറിയാം, addendum of the wheelum addendum of the pinion നമുക്ക് 6 തന്നെയാണ് നമുക്ക് വരുന്നത്. So we can write 57 plus 6, that will be equal to 63 mm. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റ് ആദ്യം കണ്ടുപിടിക്കണം. സോ ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റ് ഇതിൻ്റെ ഫോർമുല ഒന്ന് എഴുതാം. സോ ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റിൻ്റെ ഇക്വേഷൻ KL = KP + PL. ഇതിനകത്ത് KP എന്ന് പറയുന്നത് പാത്ത് ഓഫ് അപ്രോച്ച്. KP = RA the whole square minus R square cos square 5 minus R sin 5 ആണ്. പാത്ത് ഓഫ് റീസസ് PL = small RA the whole square minus R square cos square 5 the whole root minus R sin 5. ഇതാണ് നമ്മുടെ വാല്യൂ. ഇത് വെച്ച് നമുക്ക് KPയും PLയും നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമ്മൾ ലെങ്ത് ഓഫ് പാത്ത് ഓഫ് അപ്രോച്ച് കണ്ടുപിടിക്കുമ്പം നമുക്ക് KPയുടെ വാല്യൂ നമുക്ക് ഇതാണ് കിട്ടുന്നത്, 74.2 മൈനസ് 58.5, ദാറ്റ് ഈസ് 15.7 mm. സോ ഇതാണ് പാത്ത് ഓഫ് അപ്രോച്ച് നമുക്ക് കിട്ടുന്നത്. ഇനി പാത്ത് ഓഫ് റീസസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ പാത്ത് ഓഫ് റിസസ് PL നമുക്ക് ഈ ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 13.67 ആണ്. അതിൽ നിന്നും ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, KL = KP + PL. ഈ KPയും ഈ PLയും കൂടെ ആഡ് ചെയ്യുന്നു. സോ വി വിൽ ബി ഗെറ്റിംഗ് 29.37 mm. സോ ഇതാണ് നമുക്ക് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റ് കിട്ടുന്നത്. സോ ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്റ്റ് കണ്ടെത്താം. സോ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റ് ഡിവൈഡ് ബൈ cos 5 ചെയ്യുന്നു. ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റ് നമുക്ക് 29.37 ഡിവൈഡ് ബൈ cos 5. cos 5യുടെ വാല്യൂ cos 20 ആണ്. സോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 31.25 mm നമുക്ക് കിട്ടുന്നു. അടുത്തായിട്ട് നമുക്ക് കണ്ടെത്തേണ്ടത് നമ്പർ ഓഫ് പെയർസ് ഓഫ് ടീത്ത് ഇൻ കോണ്ടാക്റ്റ് ആണ്. എന്ന് വെച്ചാൽ കോണ്ടാക്റ്റ് റേഷ്യോ ആണ് കണ്ടെത്തേണ്ടത്. കോണ്ടാക്റ്റ് റേഷ്യോയുടെ ഫോർമുല ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്റ്റ് ഡിവൈഡഡ് ബൈ സർക്കുലർ പിച്ച്, അതാണ് ഫോർമുല. സോ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമ്പർ ഓഫ് പെയർസ് ഓഫ് ടീത്ത് ഇൻ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ കോണ്ടാക്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്റ്റ് ഡിവൈഡഡ് ബൈ സർക്കുലർ പിച്ച്. സോ നമുക്ക് ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്റ്റ് നമുക്ക് കിട്ടിയത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്റ്റ് നമുക്ക് കിട്ടിയത് 31.25 mm. ഇത് ഈ കിട്ടുന്ന വാല്യൂസാണ്. സോ നമ്മളത് എഴുതാം, 31.25 ഡിവൈഡഡ് ബൈ സർക്കുലർ പിച്ച്. സർക്കുലർ പിച്ചിൻ്റെ ഫോർമുല π × m ആണ്. സോ ദാറ്റ് ഈസ് π × 6. സോ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1.66 ആണ്. സോ നമുക്ക് അപ്രോക്സിമേറ്റ്ലി അതിൻ്റെ 2 ആയിട്ട് നമുക്ക് എടുക്കാം. സോ നമ്മുടെ കോണ്ടാക്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് 2 ആണ്. ഇനി അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത് മാക്സിമം വെലോസിറ്റി ഓഫ് സ്ലൈഡിംഗ് ആണ്. അടുത്തായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കൊന്ന് എഴുതാം. മാക്സിമം വെലോസിറ്റി ഓഫ് സ്ലൈഡിംഗ് കണ്ടെത്താൻ വേണ്ടി നമുക്ക് ω1ഉം ω2ഉം കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ഓൾറെഡി ω1ൻ്റെ വാല്യൂ നമുക്കറിയാം. ω1ൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇക്വൽ ടു എന്ന് വെച്ചാൽ പിനിയൻ്റെ ആംഗുലർ വെലോസിറ്റി നമുക്ക് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടുപിടിച്ചാണ് 9.43 റേഡിയൻസ് പെർ സെക്കൻഡ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ω2 കണ്ടുപിടിക്കണം. ω2 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു റിലേഷൻ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ω1/ω2 ദാറ്റ് വിൽ ബി ഈക്വൽ ടു T/t. ഈ ഒരു റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് ω2 കണ്ടുപിടിക്കാം. സോ നമുക്ക് ω1/ω2 ദാറ്റ് വിൽ ബി ഈക്വൽ ടു T/t എന്നുള്ള വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ω1/ω2ൻ്റെ വാല്യൂ ഓൾറെഡി T/t റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്, 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ω2 കണ്ടുപിടിക്കാം. ω2 = ω1/3. സോ ω1ൻ്റെ വാല്യൂ നമുക്ക് അറിയാം, ദാറ്റ് ഈസ് 9.43 ആണെന്നറിയാം, ഡിവൈഡഡ് ബൈ 3. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3.14 റേഡിയൻസ് പെർ സെക്കൻഡ് എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇനിയിപ്പോൾ മാക്സിമം വെലോസിറ്റി ഓഫ് സ്ലൈഡിംഗ്, ദാറ്റ് ഈസ് maximum velocity of sliding. maximum velocity of sliding ൻ്റെ ഫോർമുല നമുക്ക് maximum velocity of sliding ഇതാണ് വരുന്നത്, ω1 + ω2 × KP അല്ലെങ്കിൽ ω1 + ω2 × PL. ഇതിലേതാണോ വലുത് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ω1 + ω2 രണ്ടിടത്തും കോമൺ ആണ്. സോ അത് നമുക്ക് ഒഴിവാക്കാം. ഈ KP ആണോ ഈ PL ആണോ വലുതെന്ന് നോക്കണം. ഏതാണോ വലുത്
അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റിയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ നമുക്ക് നോക്കാം, നമുക്ക് കിട്ടുന്ന കെ പിയും പി എല്ലിൻ്റെ വാല്യൂ നോക്കാം. കെ പി എന്നുള്ളതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 15.7 ആണ്. പി എല്ലിൻ്റെ വാല്യൂ 13.67 ആണ്. സോ മനസ്സിലാവും, നമുക്കത് കാണുമ്പോഴേ മനസ്സിലാവും കെ പി ആണ് വലുത്. സോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ω1 + ω2 × കെ പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മളിത് തൂത്ത് കളയുന്നു. ω1 + ω2 × കെ പി ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ω1 + ω2 × കെ പി ദാറ്റ് ഈസ് ഇക്വൽ ടു 9.43. അതാണ് ω1 + ω2 ഇപ്പോൾ കിട്ടി 3.14 മൾട്ടിപ്ലൈഡ് ബൈ കെ പി. കെ പി എന്നുള്ള വാല്യൂ 15.7 ആണ്. സോ നമുക്ക് കിട്ടുന്നത് 197.35 mm/s ആണ് നമുക്ക് കിട്ടുന്നത്. സോ ദിസ് ഈസ് ദി ആൻസർ. ഓക്കെ, സോ ഈ രീതിയിലാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.